പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണം എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 റിലീസായ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് രണം. ഷെരീഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വൈഭവ്, താനിയ ഹോപ്പ്, കാർത്തിക എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നഗരത്തിൽ പലയിടങ്ങളിലായി മനുഷ്യരുടെ ബോഡി പാർട്സ് ബോക്സുകളിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനായി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇത്തരം കേസുകളിലൊക്കെ പോലീസിനെ സഹായിക്കാറുള്ള ക്രൈം റൈറ്ററും സ്കെച്ച് ആർട്ടിസ്റ്റുമൊക്കെ ആയിട്ടുള്ള നായകനും ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. രണം എന്ന തമിഴ് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ അത്യാവശ്യം മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളുമൊക്കെ ജസ്റ്റ് ഒരു ഓക്കെ ഫീലാണ് സമ്മാനിച്ചത്. സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക് ഒക്കെ മികച്ചു നിന്നു. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ആ ഒരു പ്ലോട്ടായാലും അവസാനം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളായാലും ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയാലും ഒക്കെ തന്നെ കൊള്ളാമായിരുന്നു. എന്നാൽ ആ ഒരു സ്റ്റോറിയെ മേക്കിങ്ങിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയൊന്നും ഒട്ടും എഫക്റ്റീവായി തോന്നിയില്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വരുന്ന ഒരു റൊമാൻസ് സോങ്ങും ഫൈറ്റും ഉൾപ്പെടെ ഒരു സീനിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന രീതിയായാലും ഒക്കെ തന്നെ കണക്ഷൻ ഇല്ലാത്തതുപോലെയും ഒരു ഫ്ലോ ഇല്ലാത്തതുപോലെയും ഒക്കെയാണ് തോന്നിയത്. സിനിമയിലുടനീളം രസകരമായ നിമിഷങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു മുഴുനീള ക്രൈം ത്രില്ലർ എന്ന മോഡിലേക്കൊന്നും ത്രില്ലിംഗ് ആയി സിനിമയെ കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചിട്ടില്ല എന്ന് തോന്നി. കൂടാതെ ചില ലോജിക്കൽ പ്രശ്നങ്ങളുമൊക്കെ വന്നു പോകുന്നുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ മൂവി എന്ന രീതിയിൽ അവസാനം എന്ത് സംഭവിക്കും എന്ന ഒരു കൗതുകത്തോടെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ മൂവി എന്ന ഒരു ഫീല് മാത്രമാണ് സിനിമ സമ്മാനിച്ചത്. മൊത്തത്തിൽ പറഞ്ഞാൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ തമിഴ് മൂവിയാണ് രണം എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.